റമദാൻ 14. ഞാൻ കുറച്ച് നേരത്തെയാണെന്ന് കിച്ചണിൽ. വേറൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ബീച്ചിൽ ചെറിയൊരു നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്നാക്സ് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരാമെന്നുള്ളതാണ് തീരുമാനിച്ചത്. അപ്പം ഞാൻ കണ്ണപ്പമാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ കണ്ണപ്പം. അപ്പം ഞാൻ അതിന് 3 കപ്പ് ജീരകശാല അരി 5 മണിക്കൂറായിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള ചിക്കനും നേരത്തെ ഫ്രൈ ചെയ്ത് കാണിച്ചല്ലോ. ഇനി അതിലേക്കുള്ള മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന സവാളയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാരിനേഷനിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ് ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നേരത്തെ ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ അങ്ങനെ വെക്കണം. വെന്ത് കഴിഞ്ഞാൽ അതിലുള്ള പച്ചമുളകൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി നമുക്കിത് ചൂട് ആറുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, ആ അരിയും ഒരു മുറി തേങ്ങയാണ് ഞാനിതിനെടുത്തിട്ടുള്ളത്. അത് ചിരകിയതും ഒരു കോഴിമുട്ടയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ചെറിയ ജീരകം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഇഡ്ഡലി തട്ടിലാണ് നമ്മളിത് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ വെള്ളം ചൂടായതിനു ശേഷം തട്ടിൽ എണ്ണ തടവി വെച്ചിട്ട് ആദ്യം മാവ് ഒഴിച്ച് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് ആവിയിൽ വേവിച്ചാൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണപ്പം റെഡിയായിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പലഹാരത്തിൻ്റെ പുറമെ വെള്ളം, അതേപോലെ വിരിക്കാനായിട്ടുള്ള മാറ്റോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ വുളുവൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അതേപോലെ നോമ്പ് തുറക്കാൻ വന്നത്. ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കിട്ടി. ഞങ്ങളവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓരോരുത്തരും കൊണ്ടുവന്ന പലഹാരം ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. പല പല സാധനങ്ങളും, ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. സമൂസ ഉണ്ട്, പഴം നിറച്ചതുണ്ട്, പിന്നെ ഒരു അറേബ്യൻ ഡിഷാന്ന് പറഞ്ഞുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കൂടി ഉണ്ട്. അങ്ങനെ ഫ്രൂട്ട്സും എല്ലാം സെറ്റാക്കി ബാങ്ക് വിളിക്കുന്നതും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിസ്കരിക്കുകയാണ്. നിസ്കാരവും കഴിഞ്ഞ് ഇങ്ങനെ ബീച്ചിലിരിക്കുക. അപ്പോൾ നമ്മൾ വേസ്റ്റൊന്നും ഇവിടെ നിന്ന് ഇടരുതെന്നൊക്കെ സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ആളുകൾ നോമ്പ് തുറന്നിരിക്കുന്നവരുണ്ട്. ഈ സെക്യൂരിറ്റിമാർക്കൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ ഈ ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്ന പടക്കം കൊണ്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ട് കുട്ടികൾ. ഞങ്ങൾ 1 മണിക്കൂറോളം നോമ്പ് തുറന്നതിന് ശേഷം ഇവിടെ സ്പെൻഡ് ചെയ്തു. 8 മണിക്ക് ശേഷം ഞങ്ങളെല്ലാവരും പള്ളിയിലേക്ക് പോയി. അവിടുന്ന് തറാവീഹ് നിസ്കാരത്തിന് ശേഷം വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. നിസ്കാരം കഴിഞ്ഞാൽ നല്ല ചൂടുള്ള കാവ പള്ളിയിൽ കുടിക്കാൻ കിട്ടും. അപ്പോൾ വീട്ടിൽ ചെന്നപ്പം കുബാബ മന്തിയാണ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുബാബ മന്തി കഴിക്കാൻ പോകുന്നത്. ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ഓപ്പൺ ചെയ്യണം. ഇത് കണ്ടപ്പോൾ മുതൽ കുട്ടികൾ തമ്മിൽ അടിപിടിയാണ്. അവർക്കത് ഓപ്പൺ ചെയ്ത് നോക്കണം, തുറക്കണം, പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടുത്തെ ബഹളം നിങ്ങൾ കേൾക്കണ്ടേ?
ബേബി ഫുഡൊന്നും നമുക്ക് പറ്റില്ല. നമുക്കിതുപോലെ മന്തിയോ ബിരിയാണിയോ ഒക്കെ ആണെങ്കിൽ കുശാലാണ്. ഇതൊക്കെ കഴിഞ്ഞ് ചെറുകുളം നമുക്ക് നല്ല മസാല സോഡ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് മസാല സോഡയും കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി.